വീഡിയോയിൽ വരുന്ന എല്ലാവരും പോക്കാണ്. എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്താൽ മതി. അവരെ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മളിലൂടെ അറിയിക്കാനും ഹായ് കുട്ടികളെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. എന്ന് ഇക്കാട് സുഖമില്ല, പനിയാണ്. ഇപ്പോൾ കുറേ ദിവസമായി പനിയാണ്. പനിയോടുകൂടെ അങ്ങനെ വർക്കിന് പോകും. അപ്പം റെസ്റ്റ് എടുക്കാത്ത കാരണം കുറച്ച് നല്ല ബോഡിയിലൊക്കെ നീര് വന്ന് ചുമയും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പനിയും തലവേദനയൊക്കെ ആയിട്ട് ഇന്ന് ലീവ് എടുത്തിരിക്കേണ്ട. അപ്പോൾ ആള് വീട്ടിലുണ്ടായത് കാരണം പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ഉണ്ടാകുമ്പോൾ ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ബിസി ആയിപ്പോയി ഞാൻ, അത് കാരണം ലേറ്റ് ആയിരിക്കാം വീഡിയോസ്. അപ്പോൾ എന്തായാലും പിന്നെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ ജോയിൻ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ജോയിൻ ചെയ്തിട്ട് ഫാമിലിയിൽ ജോയിൻ ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ടൊന്ന് വന്നത് തന്നെ. അപ്പോൾ ഡിലേ ആണെങ്കിൽ പോലും ലേറ്റ് ആയാൽ പോലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. കറണ്ട് വന്നു പോയി ഇരിക്കുകയാണ്, മഴ ഉണ്ട്, അത് കാരണം. അപ്പോൾ വൈഫൈ ഒന്നും കണക്റ്റ് അല്ല. അപ്പോൾ എന്നാലും വേണ്ടിയില്ല, എപ്പോഴാണ് വരുന്നത് വെച്ചാൽ ഞാൻ അപ്പോൾ വിടും. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. സ്റ്റോറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയും, പക്ഷേ അങ്ങനെയുള്ള സ്റ്റോറി അല്ല ഇത്. എൻ്റെ ഒരു അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വന്നിട്ട് 4 വർഷം കഴിഞ്ഞു, 5ാമത്തെ വർഷമാകുന്നു. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്നതുകൊണ്ടും അതിനനുസരിച്ച് നമ്മൾ നിൽക്കുന്നതുകൊണ്ടും ഒരുപാട് അവസ്ഥകൾ നമുക്ക് വന്നിട്ടില്ല. അത്ര വലിയ അനുഭവങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. വന്നതിൽ നമ്മളപ്പോൾ തന്നെ അതിനനുസരിച്ച് കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് വഴിയല്ല, ഇൻസ്റ്റാ വഴി നമ്മൾ പല ആൾക്കാർ വിളിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളെ പിന്നെ എന്താണ് വെള്ളപ്പൊക്കം ഇതൊക്കെ വയനാട്ടിലുണ്ടായ സമയത്ത്, ഉരുൾപൊട്ടലുണ്ടായ സമയത്ത്, ആ സമയത്തൊക്കെ പല ആൾക്കാരും ഇതുപോലെ വിളിച്ചിരുന്നു. നമ്മളറിയാത്ത ആൾക്കാരൊക്കെ വിളിച്ചിരുന്നു. ഈ ഇൻസ്റ്റയിൽ കൂടെ ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് കുഴപ്പമൊന്നുമില്ല, സേഫാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിളിയൊക്കെ വരാറുണ്ട്, വിളിക്കാറുണ്ട്, ചിലപ്പം മെസ്സേജ് എന്തെങ്കിലും അയക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ കൊടുക്കും. കൂടുതൽ ഓവറായിട്ട് നമ്മൾ ഒന്നിക്കില്ല. ഒരു ചോദ്യത്തിൽ കൂടെ 4 ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളില്ല. പിന്നെ വാട്സപ്പ് കൂടി വരും, ഹായ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താ നല്ലതാണെങ്കിൽ അതിന് മറുപടി കൊടുക്കും. ഇല്ലേ അത് ലാഗ് ചെയ്ത് പോകുവാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്യും. ഒന്നല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് റിപ്ലൈ കൊടുക്കില്ല, മെയിൻ ചെയ്യാതെ പോകും. അങ്ങനെയാണ് ഞാൻ ചെയ്യലിട്ടാ, മറ്റുള്ളവർക്കൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് മുമ്പായിട്ട് ഞാൻ അപ്പോൾ അത് 10K ആയിട്ടില്ല എൻ്റെ ഇൻസ്റ്റയിലെ ഫോളോവേഴ്സ് കിട്ടാം. അപ്പോൾ ഒരു 3K 4K അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. ആ സമയത്താണ് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ഒരു മെസ്സേജ് അല്ല, ഇൻസ്റ്റയിൽ കൂടെ വിളിച്ചോണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അവിടെ പോയിട്ട് മെസ്സേജ് ചോദിച്ചു, പറയൂ എന്താ പ്രശ്നം ഇല്ലെന്ന്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഈ ഗിഫ്റ്റ് അയക്കാനാണ് നിങ്ങൾക്ക് ഞങ്ങളിങ്ങനെ അയക്കാറുണ്ട് എന്നാണ്. അപ്പം പിന്നെ പേജിൻ്റെ പ്രൊഫൈൽ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇൻസ്റ്റാ പേജിൽ അവരിങ്ങനെ പറഞ്ഞപ്പോൾ എന്തിനാണ് ഗിഫ്റ്റ് അയക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങളിങ്ങനെ പിന്നെ ഇൻസ്റ്റാ പേജിലുള്ളവർക്ക് ഇതേപോലെ പിന്നെ യൂട്യൂബേഴ്സിനൊക്കെ ഞങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളെ പ്രൊഡക്റ്റ് പിന്നെ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് എന്ന് വെച്ചപ്പോൾ പൗച്ചാണ്. ഒരു പൗച്ച് ഞാൻ അയച്ചു തരാം, നിങ്ങളെ പിന്നെ ഫോണിൻ്റെ പൗച്ച്. അതിൽ നിങ്ങളെ ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ നോർമലായിട്ടുള്ളത് നമുക്ക് അത് വിഷയമില്ലല്ലോ, കാരണം നമ്മളൊരു എന്താ പറയുക ഒരു പിന്നെ സോഷ്യൽ മീഡിയ വർക്കറാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് എന്നോട് അഡ്രസ്സും പിന്നെ നമ്പറും ഒക്കെ ചോദിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊന്ന് വിട്ടുകൊടുത്തിട്ട് പേര് കൊടുത്തെന്ന് തോന്നുന്നു. അത് മറന്ന് ഞാൻ പോയി. അത് കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ 10K കഴിഞ്ഞത് നമ്മൾ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇതേപോലെ തന്നെ അതിനൊരു ഇതേപോലെ ഒരു വിളിച്ചുകൊണ്ടിരിക്കുക, മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെ പ്രൊഡക്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇവരെ പേജിൽ പ്രൊഡക്റ്റ് സർവീസാണ്. അത് എന്ന് പറയുമ്പോൾ പൗച്ച്, ഫോണ്, സ്മാർട്ട് വാച്ച്, അതുപോലെ ഹെഡ്സെറ്റ്, ഇയർഫോൺ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. അതിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഈ ചെങ്ങായിൻ്റെ പേര്, പയ്യൻ്റെ പേരും ഞാൻ അതിൽ കണ്ടിരുന്നു, ആഡ് ചെയ്തിരുന്നു. അതെന്താണെന്ന് അറിയില്ല, മറന്നുപോയി. അപ്പോൾ അത്ര ഓർമ്മയില്ല. അപ്പോൾ ഈ ചെങ്ങായി വീഡിയോ കോൾ ചെയ്തിരുന്നു. വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ അന്ന് ഫസ്റ്റ് വന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ അന്ന് ഇവനോട് പറഞ്ഞു, നീ ഉദ്ദേശിച്ച ആളല്ല, നിന്റെ ഒരു പ്രൊഡക്റ്റ് ഒരു കോച്ചിനും വേണ്ടിയിട്ട് നിന്റെ വീഡിയോ കോളിൽ നിൽക്കാൻ എനിക്ക് സമയമില്ല, തൽക്കാലം അതിനെ പറ്റിയ ആൾക്കാരെ നീ നോക്കിക്കോന്ന് പറഞ്ഞ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ വിട്ട കേസാണ്. പക്ഷെ എനിക്കത് മറന്നു പോയിട്ടാണ് ബ്ലോക്ക് ചെയ്യാൻ. ഞാൻ ഇന്നത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞത് കാരണം അവനത് വിട്ടിട്ടില്ല. അപ്പോൾ അവൻ ഉദ്ദേശിച്ച് വരണം. അപ്പോൾ ഇപ്പോൾ ഇതേപോലെ തന്നെ
ഇന്നലെ ഞാനതൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാനത് ശ്രദ്ധിക്കാനായിട്ട് പോയിട്ടില്ല. പിന്നെ കോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഇതേപോലെ തന്നെ എന്താ നിൻ്റെ പ്രശ്നം. അപ്പം ഞാൻ മേലെ ആദ്യം പിന്നെ വോയിസ് വിട്ടതും മെസ്സേജ് വിട്ടതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഡിലേറ്റ് ആക്കിയിട്ടുമില്ല. അപ്പം അതിന് താഴെ ഞാൻ പോയിട്ട് ഇത് പറയുന്നത്. അപ്പോൾ ഇപ്പം പറഞ്ഞ് പോലീസ് പിന്നെ ഫോൺ പഴയതാണോ എന്ന് ചോദിച്ചു. ഞാൻ പഴയതാണ്, കുഴപ്പമില്ലല്ലേ. അപ്പോഴേ പിന്നെ അഡ്രസ്സ് ഒന്ന് വിട്ടു തരുമോ, ഗിഫ്റ്റ് വിടാനാണ്. അപ്പം ഇങ്ങനെ ചെറുതായി കത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ്, നീ ആരാ? അത് പേര് പറഞ്ഞു, പേരവിടെ എഴുതി വിട്ടിട്ടുണ്ട്, ഞാൻ മറന്നു പോയതാണ്. പിന്നെ അതുപോലെ ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ അബുദാബിയിലാണ്, സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ മലപ്പുറമാണെന്ന് പറഞ്ഞു. എന്തിനാണ് അയക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങളിങ്ങനെ അയക്കാറുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. അത് ഒരു യൂട്യൂബർ എന്ന നിലക്കോ അല്ലെങ്കിൽ ഒരു പിന്നെന്താണ് കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലക്കോ നീ അയക്കണമെങ്കിൽ അയച്ചോ, സന്തോഷം. അത് നിങ്ങളെ പേജ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് പിന്നെ എന്താ പറയുക പ്രൊമോഷൻ ചെയ്യാം, വർക്കും ചെയ്യാം എന്ന് പറഞ്ഞു. ഇൻസ്റ്റയിലും കൊടുക്കാം, മൊത്തത്തിലും കൊടുക്കാം, അങ്ങനെ തന്നെയാണല്ലോ സാധനം. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർക്ക് അതല്ല വിഷയം അവനക്ക് പ്രശ്നം വേറെയാണ്. അപ്പോൾ അവൻ പറഞ്ഞ് പിന്നെ നിങ്ങളൊരു കാര്യം നമ്പർ ഒന്ന് വിട്ടത്. ഞാൻ പറഞ്ഞേ ആദ്യം തന്നെ എന്നോട് പറഞ്ഞിരുന്നു, നമ്പർ ഒരു കാര്യം ചെയ്യ്, നമുക്ക് വാട്സപ്പിൽ കൂടെ വാ, അല്ലെങ്കിൽ എന്നെ കോൾ ചെയ്യുന്നതാണ്. കറണ്ട് ഇപ്പോൾ വന്നിട്ട് കൊടുക്കാം, പിന്നെ കോൾ ചെയ്യുന്ന പറയും. അപ്പോൾ അവനക്ക് നമ്പർ ഏതാണെന്ന് വെച്ചിട്ട് ഇക്കാൻ്റെ നമ്പറായിട്ടാണ് വന്നത്. അപ്പം പറഞ്ഞിട്ട് ഇക്കാൻ്റെ നമ്പറാണ്, അതിൻ്റെ താഴെ എൻ്റെ നമ്പർ ഉണ്ടാവും. എല്ലാത്തിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്, പ്രൊമോഷൻ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവനക്ക് കൺഫ്യൂഷനായിട്ട് അവിടെ നിന്നു. പിന്നെ അവന് പറഞ്ഞേ ആയിക്കോട്ടെ ഞാൻ വരാം, ഒരു കാര്യം ചെയ്യും, ഞാൻ വിളിക്കുമ്പോൾ കോൾ എടുക്കണം, എന്നെ എപ്പോഴും വിളിക്കണം. അതാണ് അവൻ്റെ വിഷയം. അതായത് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ മക്കളൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് രാത്രിയൊക്കെ പകലൊക്കെ എനിക്ക് ഇങ്ങനെ കോൾ ചെയ്യുക. അപ്പോൾ അവനൊരു കൊലുസും അയച്ചു തരും, ഒരു ഫോൺ അയച്ചു തരും, പൗച്ച് അയച്ചു തരും, ഹെഡ്സെറ്റ് അയച്ചു തരും, പിന്നെ എന്തൊക്കെയും സ്മാർട്ട് വാച്ച് അയച്ചു തരും. ഒന്നാര ചെന്നൈ ഈ സാധനമൊക്കെ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നു. എനിക്ക് അങ്ങനത്തെ കൊതി മൂത്തിട്ടൊന്നും ഞാൻ മറക്കുന്നില്ല. അങ്ങനത്തോളാണെങ്കിൽ എന്നോ ഞാൻ വീടും വരെയൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഓരോ ഓഫർ തരുകയാണെങ്കിൽ എത്രയോ ഓഫറുകൾ വന്നിട്ട് കിടന്ന് പോയതാണ്. ഇപ്പം ഇങ്ങനത്തെ നോക്കണ്ട. അപ്പോൾ താത്താന്നൊക്കെ നീ പിന്നെ വിളിച്ചു, ആദ്യമൊക്കെ വേറെ നീ എന്നായിരുന്നു. പിന്നെ എൻ്റെ സ്വരമൊക്കെ മാറി, ഞാൻ എൻ്റെ സംസാരമൊക്കെ മാറി, ഞാൻ അതിൻ്റെ അതിലെല്ലാം വരുന്നത് കണ്ടപ്പോൾ അവൻ്റെ ലെവലൊക്കെ കണ്ടെത്തി. അപ്പോൾ അവന് വേറെ പല രീതിയിൽ താത്തയായി, അവന് മോനായി, അഞ്ചനായി, ആങ്ങളായി. അങ്ങനെയാണ്ട് ആങ്ങളും പെങ്ങളെ റിലേഷൻഷിപ്പൊക്കെ അവന് പെട്ടെന്ന് എത്തി. ഞാൻ എന്തായാലും അവനോട് പറഞ്ഞു എനിക്കൊരു കണ്ടന്റ് കിട്ടി, ഞാൻ നാളെ എന്തായാലും ഇതൊരു കണ്ടന്റ് ഇടുന്നു. കാരണം എന്താ വെച്ചാൽ രണ്ടാമത്തെ പ്രൊഡക്ഷൻ തന്നെ ചെയ്യുന്നത്. ഈ പേജിൽ നിന്ന് പലർക്കും വന്നിട്ടുണ്ടായിരിക്കാം, പലരും ചെയ്യുന്നുണ്ടായിരിക്കാം, ആക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ആ തരത്തിലുള്ള ആൾക്കാരല്ല. അപ്പം ഇനിയിപ്പോൾ ആരെയും കാണുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക എന്തായാലും ഈ രീതിയിൽ നമുക്ക് സഹായം വേണ്ട. ഇത്രയും കാലം എത്തിയില്ല, ഇത്രയും കാലം ജീവിച്ചില്ല, അങ്ങനെയുള്ള സഹായം മേടിക്കണമെങ്കിൽ ഇങ്ങനൊന്നല്ല. അപ്പം അങ്ങനത്തെ സഹായം വേണം. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏത് രീതിയിലാണെങ്കിൽ പോലും റോട്ടുമൊക്കെ കിടന്നിട്ടും അധ്വാനിച്ചിട്ട് തന്നെയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അധ്വാനിച്ചിട്ട് തന്നെയാണ്, കഷ്ടപ്പെട്ടിട്ട് നെരുങ്ങിയിട്ടാണ് പോകുന്നത്. അൽഹംദുലില്ലാ കുഴപ്പമില്ല. പിന്നെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ വീട് ഇല്ല എന്നുള്ളൊരു സംഭവമാണ്. അതെനിക്ക് ഒരാളോടും വരാതില്ല, ആരോടും ഞാൻ സഹായം ചോദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ വർക്ക് എനിക്ക് ഞാൻ എൻജോയ് ചെയ്തിട്ട് സന്തോഷത്തോടെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മനസ്സിൽ വിഷമമുണ്ട്, നമ്മളത് തെറ്റായിട്ടുള്ള രീതിയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എങ്കിലും മറ്റുള്ളവരെ കാല് പിടിക്കാനോ മറ്റുള്ളവർ തിരക്കാൻ പോകാനോ ഞാൻ തയ്യാറല്ല. കുടുംബമായാലും കൂട്ടായാലും ആരായാലും. പിന്നെ അവർ സന്തോഷത്തോടെ തന്നെ നിരസിക്കാനും ഞാൻ തയ്യാറല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കോള് മെസ്സേജ് ചെയ്തിട്ട് നമ്മളടുത്തേക്ക് വരണ്ട. ഇതുപോലെ ആർക്കെങ്കിലൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പറയാനപ്പോൾ എല്ലാവരും തയ്യാറാവണമെന്നില്ല, എന്നാലും ഞാൻ പറയണം. അപ്പോൾ ഈ ഇതുപോലെ ഡ്രസ്സ് വാങ്ങുന്നവരുണ്ട്, അതുപോലെ അവർക്ക് കോള് ഈ യൂട്യൂബേഴ്സിനെ മറ്റുള്ളവർ കാണുന്നതേ ആ ഒരു ഇത് വെച്ചിട്ടാണ്. പലരും ഉണ്ടെന്നല്ല പറഞ്ഞത്, ചിലരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നുണ്ട്, ചിലരൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവരും പോക്കാണ്, ഞങ്ങൾക്ക് എല്ലാ രീതിയിലും അവരെ കിട്ടും, അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്താൽ മതി, അവരെ പേഴ്സണാലിറ്റി അവരെ നമുക്ക് വാങ്ങാൻ പറ്റും, അവരെ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്തിട്ട് അവിടെ നിൽക്കും, അതിനു വേണ്ടി നടക്കുന്നവരാണ്. നമുക്ക് അങ്ങനെ തോന്നണ്ടേ? നമ്മൾ ഈ 4-5 വർഷത്തോളം നമ്മൾ യൂട്യൂബിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു കാലം പോലും നമുക്ക് അതിന് കിട്ടിയിട്ടില്ല. അപ്പം അത്രയും പൈസ നമ്മൾ ഇളവാക്കിയിട്ട് ഇതിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ നോക്കാൻ എന്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മളോട് കുറച്ച് പ്രശ്നങ്ങൾ പറയാനും മറ്റുള്ളവർക്കുള്ള ഒരു പിന്തുണ കൊടുക്കാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മളിലൂടെ അറിയിക്കാനും നമുക്ക് നമ്മുടേതായിട്ടുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാനും അതുപോലുള്ള പല കാര്യങ്ങൾക്കും നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും നമ്മൾ ചീത്തായിട്ടുള്ള വേറെ ഒന്നും ഇതിന് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ വരുമാനം മേടിക്കുന്ന ഒരാൾക്കാരുണ്ട്, നമുക്ക് അതിന് ആവശ്യമില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ചെറിയൊരു വീഡിയോസാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക. എന്തായാലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ താഴെ അനുഭവങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോസുമായി കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.